prayed and you heard my cry for this baby. I had faith and you gave new life. In this moment now I pray and I vow to you this day I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. I will put your word into their heart. I dedicate this baby back to you. You have granted such a trust with this precious gift. With your power, by your love, my all I commit. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപവിടാതെയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രവേശിച്ചു വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ ജഗണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ പുതാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ കലഹിതരായ ഞങ്ങളെ ശക്തനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കാട്ടരുവിയിലേക്ക് നടത്തുന്ന വാർത്തകളെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാൻ അനുഭവം ദൈവത്തെ കാണും. എന്റെ ആത്മാവെ, നീ എന്തിനെ ആകുലപ്പെടുന്നു? നീ എന്തിനെ വിഷാദിച്ചുടരുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവൻ നിങ്ങൾ ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളിച്ചത് കർത്താവേ. നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപങ്ങൾ ഈ ശിശു
പുനർജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായിത്തീരുന്ന ഈ ഉദാസങ്ങളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായ വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശിശുവിന് വേണ്ടി തലതൊട്ടപ്പനും മറുപടി പറയാം. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫിലിപ്പ് സ്റ്റീവ് മുദ്രിതനായിരിക്കുന്നു. ആമേൻ. For your purposes I say that I dedicate this baby back to you. I dedicate myself to train and love them. സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീക്ഷിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സർവ്വ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കുടിച്ചുകൂടി നിൽക്കുന്ന സമയം നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും ശ്രദ്ധാവാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും. I will do my part. ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെല്ലോരും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. This is chapter 12, verses 1 to 4. Now the Lord said to Abraham, "Go from your country and your kindred and your father's house to the land I will show you. I will make of you a great nation, and I will bless you and make your name great, so that you will be a blessing. I will bless those who bless you, and the one who curses you I will curse. And in you all the families of the earth shall be blessed." So Abraham went as the Lord had told him, and the Lord went with him. Abraham was 75 years old when he departed from Haran. This is the word of God. 26 to 28. I will take you from the nations and gather you from all the countries and bring you into your own land. I will sprinkle clean water upon you, and you shall be clean from all your uncleanness, and from all your idols I will cleanse you. A new heart I will give you, and a new spirit I will put within you. I will remove from your body the heart of stone and give you a heart of flesh. I will put my spirit within you and make you follow my statutes and be careful to observe my ordinances. Then you shall live in the land that I gave to your ancestors, and you shall be my people, and I will be your God. The word of the Lord. I will put your word into their heart.
ഇന്ന് നാം എല്ലാവരും ഈശോയുടെ പരിശുദ്ധനാമത്തിൽ ഒരുമിച്ച് കൂടി നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പിന്റെ മാമോദീസ കർമ്മത്തിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കുകയാണ്. മാമോദീസ എന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൂദാശയാണ്. എല്ലാ കൂദാശകളുടെയും അടിസ്ഥാനമായ കൂദാശയാണ് മാമോദീസ. മാമോദീസയുടെ അടിസ്ഥാനത്തിന്മേലാണ് തുടർന്നു വരുന്ന എല്ലാ കൂദാശകളും നൽകപ്പെടുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മാമോദീസ എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നാം ഇന്ന് വളരെ സന്തോഷത്തോടും ഭക്തിയോടുകൂടി ഈ തിരുക്കർമ്മത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-8 വരെയുള്ള വചനം. ഈ വചനഭാഗത്ത് ഈശോ പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കണം. നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലായെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ആദ്യം ജനിക്കുന്നു. അങ്ങനെ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുമ്പോൾ ഈ ഭൂമിക്ക് നമ്മൾ അവകാശികളാണ്. നമ്മൾ ഭൂമിയിൽ ഒരു ചെറിയ അവകാശം സ്വന്തമാണ്. അത് നിസ്സാരമല്ല. ഈശോ പറയുകയാണ്, അതുപോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ അവകാശമില്ലാണ്. സ്വർഗരാജ്യത്തിൽ അവകാശം വേണമെങ്കിൽ വീണ്ടും ജനിക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം ജനിച്ചാൽ പോരാ, വീണ്ടും ജനിക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോൾ നിക്കോദെമോസിന് മനസ്സിലായി. നിക്കോദെമോസ് ചോദിക്കുകയാണ്, പ്രായമായ ഒരു മനുഷ്യന് വീണ്ടും ജനിക്കാൻ എങ്ങനെ സാധിക്കും? അപ്പോഴാണ് ഈശോ മാമോദീസയെ കുറിച്ച് വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് പറഞ്ഞത്, രണ്ടാമത് ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ജലത്താലും ആത്മാവിനാലുമുള്ള ജനനത്തെ കുറിച്ചാണ്. ഇന്ന് ഫിലിപ്പിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ഫിലിപ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു. ഈ ഭൂമിക്ക് അവകാശം എന്നാൽ ഇന്ന് വീണ്ടും ജനിക്കുകയാണ്. സ്വർഗരാജ്യത്തിന് അവകാശിയാകാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈശോ ജലത്തെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാൻ മാമോദീസ നൽകിയത് ജലത്താണ്. ജലം കഴുകി വിശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് മാലിന്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ കഴുകി വിശുദ്ധീകരിക്കുന്നതാണ് ജലം. അപ്പോൾ ഈശോ പറയുന്നത് ജലത്താൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വെടിപ്പാക്കണം, കഴുകി ശുദ്ധീകരിക്കപ്പെടണം, മാലിന്യം അകറ്റപ്പെടണം. അങ്ങനെ പരിശുദ്ധമായ ഒരു ജീവിതം ആരംഭിക്കണം. ഫിലിപ്പ് ഒരു ശിശുവാണ്, എങ്കിലും മനുഷ്യനായ ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് മനുഷ്യവംശത്തിന്റെ മനുഷ്യ പ്രകൃതിയുടെ തിന്മയുടെ സ്വാധീനം ഉണ്ടാകാം, മാലിന്യം ഉണ്ടാകാം. ഇതിൽ നിന്നെല്ലാം ജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഈ ജ്ഞാനസ്നാനത്തിന്റെ അവസരത്തിൽ. ഈ ജലം പാപത്തെ വിശുദ്ധീകരിക്കുക, മാലിന്യങ്ങളെ അകറ്റിക്കളയാൻ നമ്മെ സഹായിക്കുന്നതാണ്. രണ്ടാമതായി ഈശോ പറയുന്നു, നിങ്ങൾ ആത്മാവിനാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. നമ്മൾ ആത്മാവിനാലാണ് പിതാവുമായ ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തോട് ചേർത്ത് നിർത്തുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധ തൃത്വത്തിൽ പിതാവിനെയും പുത്രനെയും കൂട്ടി യോജിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവിനെയും പുത്രനെയും കൂട്ടി യോജിപ്പിക്കുന്ന സ്നേഹത്തിന്റെ കണ്ണി എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. ആ സ്നേഹത്തിന്റെ കണ്ണി ഞാൻ സ്വീകരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്നെ പിതാവിനോട് ചേർത്ത് നിർത്തുന്നു. പിതാവിനോട് എന്നെ ചേർത്ത് നിർത്തുന്നത് ആത്മാവാണ്. വിശുദ്ധ പൗലോസ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവമക്കളാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളണം. നമ്മെ ഈ ദൈവാത്മാവ് ദൈവവുമായി കൂട്ടിച്ചേർക്കണം. അപ്പോൾ പിതാവുമായുള്ള സ്നേഹത്തിന്റെ ബന്ധമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ നിമിഷവും ദൈവത്തോട് ചേർത്ത് നിർത്തുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കണം. ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പുതിയ മനുഷ്യരായി. യോഹന്നാന്റെ സുവിശേഷം 21-22 വചനങ്ങളിൽ
ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. എന്തുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ആദ്യ സൃഷ്ടിക്കുന്ന സമയത്ത് പിതാവായ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം അവന്റെ നാസാരങ്ങളിലേക്ക് പിതാവായ ദൈവം ഒരു ശ്വാസം, കർത്താവ് ഈ ശ്വാസം ഊതിക്കൊണ്ടാണ് മനുഷ്യന് ജീവൻ നൽകിയത്. എന്നാൽ മനുഷ്യൻ ആ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ നഷ്ടപ്പെടുത്തിയ ജീവൻ വീണ്ടും നൽകാൻ വേണ്ടി ഈശോ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. ശിഷ്യന്മാരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യമാണ് ഈ വാക്ക് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവ് ആദ്യ സൃഷ്ടിയുടെ സമയത്ത് എങ്ങനെയാണ് മനുഷ്യരുടെ ആത്മാവിനെ വിശ്വസിച്ചത്, അതുപോലെ തന്നെയാണ് പീഡാനുഭവത്തിനും പുനരുത്ഥാനത്തിനു ശേഷം മനുഷ്യകുലത്തെ ഈശോ നവീകരിച്ചതിനു ശേഷം പുതിയ മനുഷ്യരാകാൻ തന്റെ ആത്മാവിനെ അവിടെ വിശ്വസിച്ചത്. ഇന്ന് ആ ഈശോ ഫിലിപ്പിന്റെ മേൽ തന്റെ ആത്മാവിനെ നിശ്വസിക്കുകയാണ്, തന്റെ ആത്മാവിനെ അയക്കുകയാണ്. പുതിയൊരു മനുഷ്യനാണ്, ജീവൻ നൽകാൻ, ദൈവിക ജീവൻ നൽകാൻ. ഫിലിപ്പിൽ ഇപ്പോൾ ഭൗതിക ശാരീരികമായ ജീവനുണ്ട്, മനുഷ്യന്മാർ ചെയ്യുന്നത്. എന്നാൽ ആത്മാവിനെ അയച്ചുകൊണ്ട് ദൈവം ഫിലിപ്പിന് ദൈവിക ജീവൻ നൽകുന്നു, ദൈവമകനാക്കി മാറ്റുന്നു. അതാണ് ഈ നടക്കാൻ പോകുന്നു. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പിനെ സംബന്ധിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മാമോദീസയിലൂടെ ഫിലിപ്പോസ് എന്ന പേര് സ്വീകരിക്കുന്ന ഈ ശിശുവിനും ഈ 3 കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 53 വരെയുള്ള വചനങ്ങളിൽ ഈശോയെ കണ്ടതിനു ശേഷം ഫിലിപ്പ് ഉടനെ തന്നെ നഥാനയേലിനെ വിളിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ ഈശോയെ കണ്ടു, നീയും കാണണം. അങ്ങനെ പറഞ്ഞ് നഥാനയേലിനെ ഈശോയുടെ അടുത്തേക്ക് ഫിലിപ്പ് കൊണ്ടുവരുന്നു. അപ്പൊ നഥാനയേലിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഫിലിപ്പാണ്. ഫിലിപ്പിന്റെ ഒരു ഗുണമാണത്, ജനത്തെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. യേശുവിനെ അറിയാത്തവരെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഫിലിപ്പിന്റെ പ്രവൃത്തി. ഈ ശിശുവിനും അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവും യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു ഫിലിപ്പായി ഈ ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 3 മുതൽ 15 വരെ വചനമാണ്. ഈശോ അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് തന്റെ മുമ്പിലുള്ള ജനക്കൂട്ടത്തോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നിയപ്പോൾ അവർക്ക് അപ്പം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈശോ ഫിലിപ്പിനോടാണ് ചോദിക്കുന്നത്, ഫിലിപ്പേ, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നാം എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഫിലിപ്പിനോട് ഈശോ അങ്ങനെ ചോദിച്ചത്? ഞാൻ വിചാരിക്കുന്നു ഫിലിപ്പിന് മനുഷ്യരോട് കരുണയുമായിരുന്നു. വേദനിക്കുന്നവരോട്, ബുദ്ധിമുട്ടുന്നവരോട്, വിശക്കുന്നവരോട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് കരുണയുള്ള അനുഭവമുള്ള ഒരു വ്യക്തിയാണെന്ന് ഈശോ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം ഈശോ 12 ശിഷ്യന്മാരോട് ഉണ്ടായിട്ടുള്ളത് ഫിലിപ്പിനെ മാത്രം ഫിലിപ്പേ, ഇവർക്ക് നമ്മൾ എങ്ങനെ ഭക്ഷണം കൊണ്ടുവരണമെന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ശിശു മനുഷ്യരോട് കരുണ കാണിക്കുന്ന, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, മനുഷ്യരോട് അനുഭവമുള്ള ഒരു നല്ല ക്രിസ്ത്യാനിയായി വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 9 വരെ വചനങ്ങളിൽ ഈശോ പിതാവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ ഫിലിപ്പ് ഈശോയോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. അപ്പൊ പിതാവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ശിശുവും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന, സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്ന, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ വിശുദ്ധ കർമ്മങ്ങളിൽ ഭക്തിയോടെ നമുക്ക് പങ്കെടുക്കാം. മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്ന, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഈ കൂദാശ,
ഈ വലിയ കൂതാശ ഈ മകൻ കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായവർ നമ്മെ സമൃദ്ധമായി നൽകുന്നു. ജനിക്കുന്നില്ലെങ്കിൽ ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവേ, മാമോദീസായിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രനാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു വന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ദാസന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാനേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും ആകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരന്റെയും തലവനായ മാർഗിയോപാപ്പായി ഞങ്ങളുടെ സഭയിതാവും തലവനുമായ ആർച്ച് ബിഷപ്പ് മാറാഫേൽ മെത്രാപ്പൊലീത്തായി ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ ആഞ്ജനേയ മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പനകൾ വർദ്ധിക്കുന്ന ഞങ്ങളെ ഏറ്റെടുക്കാൻ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും നിങ്ങളുടെ കീഴിൽ ഒരാലയത്തിൽ ഒന്ന് ചെയ്യുന്ന നിന്റെ രക്ഷാകരത്തിന് വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരിക്രമം ചെയ്യുന്ന ഈ കൂദാശ പരിശുദ്ധാത്മാവിനെ ചെയ്തെടുത്താൽ ഈ ശിശുവിനെ നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും അചരണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിനംഗമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യ പദവികൾ ദൈവവഴിയും നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരമായ ഇതിനുമായി ഞങ്ങളെ യോഗ്യരാക്കി. കർത്താവേ, നനയ്ക്കുകയും അങ്ങയുടെ നാമങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ തിരഞ്ഞെടുത്തായി ജനത്തിന്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും അങ്ങയെ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രവൃത്തികളാണ്. ജീവിതകാലങ്ങളിലും അങ്ങേ ദൂരത്തിലും ബന്ധപ്പെടുത്തുവാൻ നിങ്ങളെ ഏൽപ്പിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവമേ, ജ്ഞാനസ്ഥാനത്തോടുകൂടി നാം വിശ്വാസപ്രമാണം ചൊല്ലുന്നത് ഇപ്പോഴാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്ന ഈ ശിശുവിനോട് ചേർന്ന് നമ്മുടെ വിശ്വാസം ഒരുമിച്ച് നമുക്ക് ശക്തവും വ്യക്തവുമായി പഠിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. Our
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ മുക്കപ്പെടുന്നു. നിന്നെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജപിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. When temptations comes my way, when I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. I heard an old song. What can wash away my sin? Went to the water, found the way to start again. Filled with the fire, and now His Spirit lives within. I heard an old song. What can wash away my sin? Tell me how deep and wide is the love of Jesus. My soul will testify to the one who saves us. And I've been born again, had to die to find new life. In the water, in the fire, I've been baptized. Come sing a new song. At the well they won't run dry. Living water. All who thirst are satisfied. Hallelujah. Let your heart be set on fire. Come sing a new song. All who thirst are satisfied. Tell me how deep and wide is the love of Jesus. My soul will testify to the one who saves us. And I've been born again, had to die to find new life. In the water, in the fire, I've been baptized. I've been baptized. And I'm never gonna be the same again. No, I'm never gonna be the same again. Tell you God is gonna move, God is gonna send His Spirit again. And I'm never gonna be the same again. Tell me how deep and പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എലിസബത്ത് മാമോദീസ മുക്കപ്പെടുന്നു. I've been born again, had to die to find new life. In the water, in the fire. Oh, somebody tell me how deep and wide is the
same again. Are you broken, low in life? There's a man who paid the highest price for your freedom with every scar. Hi everybody, a very good evening to one and all. So first and foremost, thank you all of you to come here and celebrate with us this very special moment of our Steve's baby. First, I would like to welcome and take this moment to welcome Steve's mom, dad, along with Steve onto the stage. You can leave it all in the water. You can let it all be washed away. Invite all of them who are on the stage, Steve's grandparents, uncles and aunts, along with Bishop Prince. I invite Bishop Prince, Reverend Bishop Prince, to join us to cut the cake. Unexpected ആയിട്ട് കിട്ടിയ ഒരു ചാൻസ് ആണ്. എനിവേ ഞാൻ എൻ്റെ മോൻ്റെ ഇതിന് പാടിയ പാട്ടുകളുടെ ഒരു കളക്ഷൻ എൻ്റെ ഫോണിൽ ഉള്ളതുകൊണ്ട് അതേ സമയം എടുത്തില്ല. മന്ദാരിച്ചിപ്പുണ്ടു മാണിക്യക്കല്ലുണ്ടു കൈ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിത് പൂവരുണ്ടോ ഉള്ളിലാമോദ തീരകൾ ഉയരുമ്പോ മൗനം പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടു ചൊല്ലി കുഞ്ഞോടെ കുമ്പാളി മാമ ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടു ചൊല്ലി കുഞ്ഞോടെ കുമ്പാളി മാമ ചാഞ്ചാട്. വെള്ളരിപ്പിഞ്ചു പോലെ ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ വിച്ചിങ്ങയോടത്ത് പിച്ച നടന്നു കുഞ്ഞോടെ കുമ്പാളി മാമ ചാഞ്ചാട്. കുഞ്ഞോടെ കുമ്പാളി മാമ ചാഞ്ചാട്. You empty, filled with pain, overwhelmed by the guilt and shame. There's a lifter of every head who took it all when he conquered death. Oh, make this confession before the cross, before
the day He's given you. Hello, freedom. Goodbye, chains. The Savior's blood is running through your veins. Goodbye, old. Hello, new. Go seize the day.